ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ 40 ട്രേസ് ഉള്ള ഒരു 200 കിലോ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള 850 to 900 നാളികേരം ഉണക്കാൻ കഴിയുന്ന മെഷീനാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിന് നമ്മൾ ട്രേസ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 4 ഡോർസ് കാണാം, 2 കൺട്രോളിംഗ് പാനലാണ് വരുന്നത്. ഇതാണ് ഒരു കൺട്രോളിംഗ് സെക്ഷൻ. 20 ട്രേസിന് ഒരു കൺട്രോളിങ്, അതുപോലെ തന്നെ 20 ട്രേസിന് ഒരു കൺട്രോളിങ്, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫുള്ളി കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നമ്മൾ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് കസ്റ്റം ചെയ്തിട്ടാണ് എല്ലാ മെഷീൻസും ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 4 ഡോർസ്, അതുപോലെ തന്നെ 20 ട്രേസിന് ഒരു കൺട്രോൾ പാനൽ, അതുപോലെ തന്നെ 20 ട്രേസിന് ഒരു കൺട്രോൾ പാനൽ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണൊരു കൺട്രോളിങ് സെക്ഷൻ വരുന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ബട്ടൺ ഓൺ ആക്കുക, നമ്മുടെ പവർ ബട്ടനാണ്. അത് ഓൺ ആക്കിയിട്ട് തൊട്ടപ്പുറത്തുള്ള ബ്രേക്കറും കൂടി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മെഷീൻ ഓണാവും. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ടെമ്പറേച്ചർ കാണാം. നമുക്ക് 35.1 ഡിഗ്രിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള നോർമൽ ടെമ്പറേച്ചർ. ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്രയാണ് ടെമ്പറേച്ചർ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹീറ്റർ നമുക്ക് ഇവിടെ ഓൺ ചെയ്ത് കാണാം. ഇതാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു സൈഡാണ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സൈഡിൽ അറ്റ് എ ടൈം ഒരു ഐറ്റം ഉണക്കാം, അതുപോലെ തന്നെ അപ്പുറത്ത് മറ്റൊരു ഐറ്റം ഉണക്കാം. അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് ഡോർ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ മൊത്തമായിട്ടും വെച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റം ചെയ്യാം. നമ്മുടെ ട്രേസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൈൽഡ് സ്റ്റീൽ വേണമെങ്കിൽ മൈൽഡ് സ്റ്റീൽ ആക്കാം, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മുടെ 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരിക. നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫുഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ 56.6 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ആയിട്ടുള്ളത്. അത് നമ്മൾ മെഷീൻ ഇപ്പോൾ ഒരു കുറച്ച് നേരം ഓൺ ആക്കിയിട്ടപ്പോൾ ടെമ്പറേച്ചർ കയറിയതാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഈ സൈഡ് ഒരു മൊത്തം നമ്മൾ 10 ട്രേസും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെയാണെങ്കിൽ കസ്റ്റം ചെയ്യാം. നമ്മുടെ മെഷീനിൽ എത്ര സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണോ, അത്ര മൈൽഡ് സ്റ്റീൽ വേണോ, അതോ മുഴുവൻ മൈൽഡ് സ്റ്റീൽ വേണോ, അതോ മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണോ എന്നൊക്കെ നമുക്ക് കസ്റ്റം ചെയ്ത് നിങ്ങളുടെ മെഷീൻ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് തന്നെ എടുക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് എടുക്കുമ്പോൾ നമുക്ക് പച്ചക്കറികൾ, പഴങ്ങൾ, ഫിഷ്, മീറ്റ്, മുളക്, മല്ലി, ജാതിക്ക അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിൽ ഉണക്കാൻ കഴിയുന്നതാണ്. ഇപ്പം നമ്മൾ അപ്പുറത്തെ ഡോർ കൂടി തുറന്നേക്കാണ്. ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് ഫുള്ളും മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ്. മൈൽഡ് സ്റ്റീൽ ട്രേസ് എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം, അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവുള്ള ഐറ്റംസ് ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ ട്രേസ് ഉപയോഗിക്കുന്നത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ അപേക്ഷിച്ചിട്ട് വില കുറവായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ 40 ട്രേസുള്ള ഡ്രയറാണ്. 200 കിലോ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള 850 to 900 നാളികേരം ഉണക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ്. അപ്പോൾ നമ്മുടെ കമ്പനി മെഷീൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, 3 ട്രേസ് തൊട്ടാണ് നമ്മുടെ മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ട്രേസ് തൊട്ട് നമുക്ക് എത്ര ട്രേസ് വേണമെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അത് നമ്മൾ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച്, കസ്റ്റമർക്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഒരു സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടുണ്ട്. മെഷീൻ നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടേക്കാണ് ഒരു സെക്ഷൻ. ഇതേപോലെ തന്നെ നമുക്ക് അപ്പർ സെക്ഷനും ഓൺ ആക്കിയിടാം. അപ്പർ സെക്ഷനിൽ നമുക്ക് ഇതേപോലെ ട്രേസ്, നമുക്ക് ഇഷ്ടമുള്ള ട്രേസ് ഏതാണോ വേണ്ടത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണോ മൈൽഡ് സ്റ്റീലാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയാനുള്ളത്, ഈ മെഷീൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഔട്ടർ ബോഡി കാണാം, ഇത് ഹൈലം ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ മെഷീൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. GI ഷീറ്റ് വെച്ചിട്ടോ, ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടോ, അത് ഇതേപോലെ തന്നെ ഹൈലം ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്ത് നമ്മുടെ ഡ്രയർ സെറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഒരു സെക്ഷൻ തുറന്ന് കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ ട്രേസ് ഒന്നും തന്നെ വെച്ചിട്ടില്ല. അത് നമുക്ക് ഉൾഭാഗം ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ട്രേസ് വയ്ക്കാത്തതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇതിൽ ഹീറ്ററും ഫാനാണ് വരുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 4 ഫാൻ കാണാം, അതുപോലെ തന്നെ ഹീറ്റേഴ്സും ഉണ്ടാവും അകത്തതിൻ്റെ. അപ്പോൾ ഈ സൈഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സൈഡിൽ നമുക്കൊരു ഐറ്റം ഉണക്കാം, അതേസമയം ഈ സൈഡിൽ വേറൊരു ഐറ്റം ഉണക്കാം. ഇനി ഈ മെഷീൻ വരുന്നത് 6400 വാട്ട്സ് ആണ് അവറിൽ വരുന്നത്, പ്രവർത്തിപ്പിക്കാനായിട്ട് കറണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ മെഷീനിൽ ഓട്ടോ കട്ട് ഓഫ് ഉള്ള കാരണം അതിൽ കുറച്ച് കുറയും കറണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ സൈഡിൽ 2 സൈഡിൽ നമ്മൾ ട്രേസ് ഒന്നും തന്നെ വെച്ചിട്ടില്ല. ഇത് നമുക്ക് ഏത് ട്രേസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീലോ മൈൽഡ് സ്റ്റീലോ ഏത് ട്രേസ് വേണമെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റം ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 40 ട്രേസിൻ്റെ ഡ്രയർ വരുന്നത്. നമ്മുടെ കമ്പനി 3 ട്രേസ് തൊട്ടാണ് ഉണ്ടാക്കുന്നത്. 3, 5 ഒക്കെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഒരു 15 കിലോയാണ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി വരിക 3 കിലോൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സിഡി അർഹരായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡിക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെഷീൻസിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.